ഹാഷിം മരിയൽ, എങ്ങനെയാണ് ഈ ഒരു പ്രഖ്യാപനത്തെ, വാഗ്ദാനത്തെ താങ്കൾ സ്വീകരിക്കുന്നത്? അതായത് നമുക്കറിയാം, മലയാള ഭാഷയുടെ പിതാവാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കണം എന്നത് കാലാകാലങ്ങളായി, ഏകദേശം 2006 മുതൽ അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ തിരൂർ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും കേരളം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്തതാണ്. കാരണം അങ്ങനെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈ എടുക്കുമ്പോഴും കോൺഗ്രസ് ആയിക്കഴിഞ്ഞാലും മുസ്ലിം ലീഗ് ആയിക്കഴിഞ്ഞാലും CPM ആയിക്കഴിഞ്ഞാലും എതിർപ്പുമായി രംഗത്ത് വരികയും ആ എതിർപ്പിന് നേതൃത്വം നൽകുന്ന വർഗീയ ശക്തികൾ ആരൊക്കെയാണോ അവർക്ക് കുടപിടിക്കുകയും ചെയ്യുന്ന സമീപനം. പക്ഷേ ഭൂരിപക്ഷവും അവിടെ തുഞ്ചത്ത് രാമാനുജൻ്റെ എഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരാണ്. കാരണം എഴുത്തച്ഛൻ എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ പ്രതിനിധിയല്ല, ഒരു ദേശത്തിൻ്റെ പ്രതിനിധിയല്ല. അദ്ദേഹം ഭാഷയുടെ പിതാവാണ്, മലയാള ഭാഷയുടെ പിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കുമ്പോൾ അതിനെ ഭയപ്പാടോടെ, ആശങ്കയോടെ കാണുന്ന ഒരു സമൂഹം, അവിടെയാണ് ഇന്ത്യയെ കൃത്യമായി വാഗ്ദാനം ചെയ്യുന്നത്. അവിടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കും തിരൂരിൽ, അതും 125 അടി ഉയരത്തിൽ. എങ്ങനെ സ്വാഗതം ചെയ്യുന്നു? തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കുമെന്ന് NDA പറയുന്നതിൽ പിന്നെ അതിന്റെ ഉള്ളിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. അതവിടെ നിൽക്കട്ടെ, കയറി കുത്തുന്നില്ല. അതിന് പകരം നിങ്ങളൊന്ന് തിരൂര് പോകണം. ആ തിരൂര് പോയാൽ അവിടെ തുഞ്ചത്ത് എഴുത്തച്ഛൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിന്റെ പേര് മലയാളം സർവകലാശാല ആണ്. മലയാള ഭാഷയുടെ പിതാവിന് കൈരളി സമർപ്പിച്ച ഏറ്റവും നല്ല, അവരുടെ ഹൃദയം കൊണ്ട് സമർപ്പിച്ച സ്മാരകമാണത്. മലയാളത്തിന്റെ ഡെവലപ്മെന്റിനും അതിന്റെ വികസനത്തിനും അതുപോലെ തന്നെ മലയാള ഭാഷയുടെ വികസനത്തിനും ഒക്കെ ഉതകുന്ന ഒരു സർവകലാശാല അവിടെ ഉണ്ട്. തുഞ്ചത്തെഴുത്തച്ഛന്റെ പ്രതിമയോടോ തുഞ്ചത്തെഴുത്തച്ഛനോടോ ഒരു മതവിഭാഗത്തിനോ ഒരു സമൂഹത്തിനോ ഒരു രാഷ്ട്രീയ വിഭാഗത്തിനോ ഒരു യാതൊരു ഐത്തുള്ള നാടല്ല കേരളം. അങ്ങനെയാണെങ്കിൽ ഒരു സർവകലാശാല ഇവിടെ നടക്കോ? നിങ്ങൾ നമ്മളൊരു കാര്യം കേട്ടിട്ടുണ്ട്. ആ കേരള പറഞ്ഞോട്ടെ, പറഞ്ഞോളൂ. പ്രതിമ ഉയരുക എന്ന് പറഞ്ഞാൽ പ്രതിമയാണോ വലുത്? അക്ഷരം പഠിപ്പിക്കുന്ന സ്ഥാപനമാണോ വലുത്? പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ എന്ന് പറഞ്ഞിട്ട് സർദാർ വല്ലഭായിന്റെ പ്രതിമ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് നർമ്മദയുടെ തീരത്ത്. ഞാനത് പോയി കണ്ട ഒരാളാണ്, ഞാൻ സന്ദർശിച്ച ഒരാളാണ്. അവിടെ ആളുകൾ ആകർഷിക്കാൻ വേണ്ടി പ്രതിമക്ക് പുറമെ പല സംവിധാനങ്ങളും ലൈബ്രറി കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ വെറും ഒരു ടൂറിസ്റ്റിന്റെ കെട്ടുകാഴ്ചക്കപ്പുറം മാത്രം ഒതുങ്ങേണ്ടതാണോ തുഞ്ചത്ത് എഴുത്തച്ഛനപ്പോ ഒരു മഹാപണ്ഡിതന്റെ ഓർമ്മ? ആ മഹാപണ്ഡിതന്റെ ഓർമ്മ പ്രതിമകൾക്ക് പഞ്ഞുള്ള നാടല്ലല്ലോ കേരളം. കേരളത്തിന്റെ പ്രതിമ, ആരുടെയൊക്കെ പ്രതിമ ഉണ്ട്? തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പ്രതിമയെക്കാളും വലുത് ഓരോ ദിവസവും അദ്ദേഹം ജീവിച്ചിരിക്കുക, മരിക്കാത്തതാണ് പിന്നെ അക്ഷരം. ആ അക്ഷരത്തെ കൈരളിക്ക് സമർപ്പിച്ച തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പേരിൽ ഒരു സർവകലാശാല. ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് കൂടെ ശ്രദ്ധിക്കപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. കേരള സർവകലാശാല വന്നപ്പോ ആൽബർട്ട് ഐൻസ്റ്റീനെ തിരുവിതാംകൂർ നാട്ടുരാജാക്കന്മാര് അന്ന് അതിന്റെ വൈസ് ചാൻസലറായിട്ട് ക്ഷണിച്ച ഒരു കഥ കേട്ടിട്ടുണ്ട്, ഒരു സംഭവം കേട്ടിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാശയം. അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ വന്നാൽ നിങ്ങളുടെ ഭാഷ പഠിക്കുക, അല്ലെങ്കിൽ എന്റെ ഭാഷയിൽ നിങ്ങളുടെ കുട്ടികളെ പഠിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങളുടെ കുട്ടികൾ ശാസ്ത്രവും പിന്നെ സാങ്കേതിക ജ്ഞാനങ്ങളും നേടട്ടെ, അതിനുള്ള സൗകര്യം നിങ്ങൾ ഒരുക്കണമെന്ന് അന്ന് ഐൻസ്റ്റീൻ പറഞ്ഞ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ആഗ്രഹിക്കുമാർ അദ്ദേഹം ഉപദേശിച്ച മാതിരി ഒരു പേരിൽ മലയാളത്തിന്റെ മണ്ണിലുണ്ട്, അതും തിരൂരിന്റെ മണ്ണിൽ. അവൾ ആരും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പ്രതിമ ഉയർന്നു പോയി അതിന്റെ പേരിൽ ഒരു സംഘർഷമോ കലഹങ്ങളോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളല്ല. കേരളീയരെ സംബന്ധിച്ചിടത്തോളം 3000 കോടി 5000 കോടി എന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു സത്ത മാറ്റുന്ന സംവിധാനമായിരിക്കണം. ഇപ്പം 5250 കോടി കേന്ദ്രത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ഹൈവേ കണ്ട് മാറ്റിവെക്കണം എന്ന് പറഞ്ഞപ്പോ അതിന്റെ പിന്നെ ഭൂമി എടുക്കാൻ വേണ്ടി മാറ്റിവെച്ച സംസ്ഥാനമാണ് കേരളം.
അതിൽ 5000 കോടി രൂപ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ മാറ്റിവെച്ച സംസ്ഥാനമാണ് കേരളം. 55,000 ഹൈടെക് ക്ലാസ് മുറികൾ ഉണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം. 5000 പിന്നെ അതുപോലെ തന്നെ 550 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ പാഠപുസ്തക അച്ചടിയും വിതരണവും സൗജന്യ യൂണിഫോം വിതരണവും സ്കൂൾ അടക്കുന്നതിന് മുന്നേ കൊടുത്ത സംസ്ഥാനമാണ് കേരളം. റോബോട്ടിക് കിറ്റുകൾ അടക്കം പിന്നെ ഹൈടെക് സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. 4 വർഷ ബിരുദ പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. രാജ്യാന്തര നിലവാരമുള്ള 10 സ്ഥാപനങ്ങൾക്ക് സെന്റർ ഓഫ് എക്സലൻസി അംഗീകാരം നേടിയ സ്ഥലമാണ് കേരളം. Yes. എന്തിനേറെ ഈ നൂറ്റാണ്ടിന്റെ യുഗപുരുഷൻ എന്ന് വാഴ്ത്തപ്പെട്ട പാണ്ഡിത്യം കൊണ്ട് ലോകത്തിന്റെ മുഴുവനും സ്നേഹവും തന്റെ വ്യക്തിത്വത്തിലേക്ക് ആവാഹിച്ച മഹാവ്യക്തിത്വമാണ് ശ്രീനാരായണ ഗുരുദേവൻ. ആ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ഒരു ഓപ്പൺ സർവകലാശാല സ്ഥാപിച്ച സംസ്ഥാനമാണ് ഇന്ന് കേരളം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും വികസന നേട്ടത്തിന്റെ ഭാഗമായി ഉയർത്തി കാണിക്കുമ്പോഴും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ഒരു പ്രതിമ, അത് കേവലം ഒരു പ്രതിമ എന്ന തരത്തിൽ മാത്രമല്ല, ഒരു വലിയ സമൂഹത്തിന്റെ ഒരു അഭിലാഷമാണ്. എഴുത്തച്ഛന്റെ ഒരു മൂർത്തമായ രൂപം കാണുക, ഭാഷാപിതാവിന്റെ ആ ഒരു സ്മാരകം, ഒരു പ്രതിമ സ്ഥാപിക്കുക എന്നത് ഒരു വലിയ ജനവിഭാഗത്തിന്റെ അഭിലാഷമാണ്. ആ ജനവിഭാഗം എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ സമൂഹം എന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന, ഭാഷയെ സ്നേഹിക്കുന്ന, നമ്മുടെ കലയെയും സംസ്കാരത്തെയും സ്നേഹിക്കുന്നവരുടെ ഒരു ആഗ്രഹമാണ്. അതിനെയാണ് ഒരു ഭാഗത്തേക്ക് ചവിട്ടി മെരിച്ച് ഇടപെടുന്നത്. അവിടെ വർഗീയ ശക്തികളുണ്ട്, നമുക്കതിലേക്ക് തിരികെത്താം.